Hello മക്കളെ, so this is Ashwini Amos from Eagle Learning. So മക്കളെ നോക്കിക്കേ, നമ്മുടെ ഓണം എക്സാം അല്ലേ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ആൻഡ് ഓൾസോ നമ്മുടെ ബയോളജി എക്സാം ആണ് നാളെ, അതായത് ബയോളജി ഓണപരീക്ഷ നാളെയാണ്. അപ്പോൾ നമുക്കറിയാം 3 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ്. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്ന് നാളത്തെ നിങ്ങളുടെ ബയോളജി എക്സാമിന്, അതായത് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ 99.9% വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് അശ്വിനി മിസ് വന്നിരിക്കുന്നത്. അതായത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് തന്നെ അല്ലേ. സോ ടോപ്പ് 7 പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് നിങ്ങൾ ഷുവർ ആയിട്ട് പഠിച്ചിരിക്കണം. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. നാളത്തെ ചോദ്യ പേപ്പറിൽ ഈ ചോദ്യങ്ങൾ ഉറപ്പായും ഉണ്ടാവും. ഓക്കെ, ഇതിന് പുറമെ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. സോ ആദ്യം തന്നെ പറയാനുള്ളത്, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. നമ്മുടെ ന്യൂറോണിന്റെ സ്ട്രക്ചർ ആണല്ലേ, അതായത് നമ്മുടെ നാഡീകോശത്തിന്റെ ഘടനയാണ് തന്നിരിക്കുന്നത്. ഇതൊരു സ്ഥിരം ചോദ്യമാണ്, എല്ലാ ചോദ്യ പേപ്പറിലും ഉണ്ടാവുന്ന ചോദ്യമാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ന്യൂറോണിന്റെ ചിത്രം നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം. ഓക്കെ, അതായത് ഈ ഡയഗ്രാം നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം. എല്ലാ പ്രാവശ്യവും വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഡയഗ്രാം നോക്കി പഠിക്കുക. എന്നിട്ടോ ഓരോ ഭാഗവും അടയാളപ്പെടുത്താൻ പഠിക്കുക. ഓരോ ഭാഗത്തിൻ്റെയും കറക്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. കാരണം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ്, അതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരിക. പോയിന്റ്സ് മനസ്സിലാക്കി നിങ്ങൾ ഏത് ഭാഗമാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് നിങ്ങൾ വരച്ച ചിത്രത്തിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തണം. അങ്ങനെയാണ് ചോദ്യം എപ്പോഴും വരാറുള്ളത് കേട്ടോ. ഓക്കെ, അതേപോലത്തെ ഒരു ചോദ്യമാണത്. റീഡ്രോ ദ ഡയഗ്രാം, അതായത് ചിത്രം പകർത്തി വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ടോ ഭാഗങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തണം. ഓക്കെ, ലേബൽ ദ പാർട്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റത്തെ നിങ്ങൾ നോക്കിക്കേ, ക്യാരീസ് ഇമ്പൾസ് അവേ ഫ്രം ദ സെൽ ബോഡി, കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് വഹിക്കുന്ന ഭാഗം ഏതാണ്? നമുക്കറിയാലോ, അത് ആക്സോൺ ആണ് അല്ലെ. ആക്സോൺ ആണ്. സെക്രീൻസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നാഡീയ പ്രേഷകം സ്രവിക്കുന്ന ഭാഗം ഏതാ? അതായത് ആക്സോണൈറ്റിന്റെ എൻഡിലായിട്ട് നമുക്ക് ഇങ്ങനെ ബൾബ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് കാണാം. ഇതാണ് സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ് ആണ് എന്ത് ചെയ്യുന്നത്? സിനാപ്റ്റിക് നോബ് ആണ് നാഡീയ പ്രേഷകങ്ങൾ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സെക്രേറ്റ് ചെയ്യുന്നത്. ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ, അതായത് ഡെൻഡ്രോൺ ഇതല്ലടാ, ഇതല്ലേ ഡെൻഡ്രോൺ. അപ്പൊ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസ്, അതായത് ഡെൻഡ്രോണിന്റെ ശാഖകൾ എന്ന് പറയുന്നത് ഇതല്ലേ. യെസ്, ഇതിനെ വിളിക്കുന്ന പേരെന്താ? ഡെൻഡ്രൈറ്റ്. ഇത് ഡെൻഡ്രൈറ്റ് ആണ് കേട്ടോ, ഡെൻഡ്രൈറ്റ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇവിടെ ഈ 3 ഭാഗങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു ന്യൂറോണിന്റെ ഏത് ഭാഗം വേണമെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണ്, സെൽ ബോഡി, കോശ ശരീരം, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, ഷ്വാൻ കോശം, അതേപോലെ മൈലിൻ ഷീത്ത്, ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, സോ ഇത് 99.9% ഉറപ്പുള്ളത് അല്ല. അതെന്താ മിസ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയോ? 100% ഉറപ്പുള്ള ചോദ്യം. അതായത് എഴുതി വെച്ചോടാ മക്കളെ, ഈ ചോദ്യം നാളെ നിങ്ങളുടെ ഓണപരീക്ഷ ചോദ്യ പേപ്പറിൽ വന്നിരിക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. ഇമ്പോർട്ടന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ഇതും ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ട് ചോദിച്ചു കാണാറുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ ഓണപരീക്ഷ ചോദ്യ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് ബ്രെയിനിന്റെ, മസ്തിഷ്കത്തിന്റെ ആ ഒരു സ്ട്രക്ചറില്ല, ഡയഗ്രാം, ചിത്രം, ഘടന, അത് വരയ്ക്കാൻ ചോദിച്ചില്ല. ഓക്കെ, തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതുപോലെയും ചോദ്യം ചോദിച്ചു കാണാറുണ്ട്. ഏറ്റവും കൂടുതൽ വരയ്ക്കാൻ തന്നെയാണ് ചോദിക്കാറ്. ഭാഗ്യം പോലെ ഇരിക്കും. വരയ്ക്കാൻ ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യം ഇല്ലെങ്കിൽ എന്തായാലും അവർ റീഡ്രോ ചെയ്യാൻ പറയും, പകർത്തി വരയ്ക്കാനായിട്ട് പറയും. സോ ബ്രെയിൻ, മസ്തിഷ്കത്തിന്റെ ഘടനയും നിങ്ങൾ എന്തായാലും വരയ്ക്കാൻ പഠിക്കണം. ഓക്കെ, അതേപോലെ നമുക്കറിയാലോ, ബ്രെയിന് 5 ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. 5 ഭാഗങ്ങൾക്ക് ധർമ്മമുണ്ട്, ഫങ്ഷൻസ് ഉണ്ട്. ഫങ്ഷൻസ് തന്നിട്ട് നമ്മളോട് ഭാഗം അടയാളപ്പെടുത്താനാണ് ചോദിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഐഡന്റിഫൈ ആൻഡ് ലേബൽ ദ പാർട്സ് വിത്ത് ദെയർ നെയിംസ് അല്ലെ. അതായത് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ഭാഗങ്ങളും പേരെഴുതി അടയാളപ്പെടുത്തണം. ഓക്കെ, മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി, ശരീര തുലന നില പാലിക്കുന്ന ഭാഗം ഏതാണെന്ന ചോദ്യം. അത് ഏത് ഭാഗമാണടാ? സെറിബെല്ലം ആണ് അല്ലെ. ഏത് ഭാഗമാണ്? സെറിബെല്ലം. ഓക്കെ, അടുത്തത് കൺട്രോൾസ് വോളണ്ടറി മൂവ്മെന്റ്സ്, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? അത് സെറിബ്രം ആണ്. ഓക്കെ, സെറിബ്രം. ഓക്കെ, ആക്ട് ആസ് റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ്, ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭാഗം ഏതാണ്? തലാമസ് അല്ലടാ. യെസ്, തലാമസ് ആണ് അല്ലേ, തലാമസ്. ഓക്കെ, അടുത്തത് മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്, ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭാഗം ഏതാ? ഹൈപ്പോതലാമസ് അല്ലേ. ഓക്കെ, അതേതാണ്? ഹൈപ്പോതലാമസ്.
ആയിട്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞു. നെയിം ദ പാർട്ട് ലേബിൾഡ് ആസ് എക്സ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. എക്സ് എന്ന് അടയാളപ്പെടുത്തിയ ഭാഗം ഏതാണ്? എത്താനോ ഏതാണ് എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ? മിസ് ശരിയാക്കി തരാം. ഏതാണ്? ഓക്കെ. ആൻഡ് ധർമ്മം എഴുതുക എന്ന് ചോദിച്ചിട്ടുണ്ട്. എക്സ് എന്ന് അടയാളപ്പെടുത്തിയ ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് എക്സ് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ് കേട്ടോ. എക്സ് എന്ന് പറയുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. എന്താ മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യാം. അതായത് നമ്മുടെ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. എക്സാമ്പിൾ എന്താണ്? നമ്മളെ ബ്രീത്തിങ്, ശ്വാസോച്ഛ്വാസം, അതേപോലെ നമ്മളെ ഹൃദയമിടിപ്പ് അല്ല, ഇതെല്ലാം കൺട്രോൾ ചെയ്യാം മെഡുല്ല ഒബ്ലോങ്കേറ്റ. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ അടക്കം നിങ്ങൾ അവിടെ എഴുതണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് വീഴുള്ളൂ. ഇത് 3 മാർക്കിന്റെ ചോദ്യമാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ബ്രെയിൻ വരയ്ക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും, മിസ്സിന് അറിയാം അല്ലേ? നമ്മളെല്ലാവരും ചിത്രകാരൊന്നും അല്ലല്ലോ. പക്ഷെ എന്നാലും നിങ്ങളെ ടീച്ചേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ബ്രെയിൻ വരച്ച് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യം നോക്കിക്കേടാ. റീഡ്രോ ദ ഡയഗ്രാം ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സ്പൈനൽ കോഡ്. നെയിം ആൻഡ് ലേബൽ ദ ഫോളോയിങ് പാർട്സ്. ഓഫ് വീണ്ടും വരയ്ക്കാനാണല്ലോ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ സ്പൈനൽ കോഡ് സുഷുമ്ന വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. സെയിം ഭാഗങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തണം. ഓക്കെ. Part through which the sensory impulse reach the spinal cord. സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിൽ പ്രവേശിക്കുന്ന ഭാഗം, സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിലേക്ക് എത്തുന്നത് ആര് വഴിയാണ്? ഡോർസൽ റൂട്ട് വഴി അല്ലേ? ഡോർസൽ റൂട്ട് വഴിയാണ്. ഓക്കെ. പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഭാഗം, പാർട്ട് ത്രൂ വിച്ച് മോട്ടോർ ഇമ്പൾസ് ഗോ ഔട്ട് ഓഫ് ദി സ്പൈനൽ കോഡ്. അത് ഏത് ഭാഗമാണടാ? വെൻട്രൽ റൂട്ട് അല്ലേ? വെൻട്രൽ റൂട്ട്. ഓക്കെ. സെറിബ്രോസ്പൈനൽ ദ്രവം കാണുന്ന ഭാഗം, പാർട്ട് ഫീൽഡ് വിത്ത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. നമുക്കറിയാം സുഷുമ്നയുടെ നടുക്കായിട്ട് നമുക്ക് എന്തുണ്ട്? സെൻട്രൽ കനാൽ ഉണ്ട്. ഈ സെൻട്രൽ കനാലിലാണ് ആര് നിറഞ്ഞിരിക്കുന്നത്? സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ 3 ഭാഗങ്ങളും അടയാളപ്പെടുത്തി കഴിഞ്ഞല്ലോ. ഇത്രയുള്ള സിമ്പിൾ. എനിക്ക് തോന്നുന്നു ന്യൂറോണും ബ്രെയിനും ഒക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് അടയാളപ്പെടുത്താൻ പറ്റിയ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അത് സ്പൈനൽ കോഡ്, സുഷുമ്ന തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്തോളുക? പഠിച്ചു വെച്ചോളുക. എന്തൊക്കെയുണ്ടോ അതെല്ലാം പഠിച്ചു വെച്ചോളൂ. എനിക്ക് തോന്നുന്നു ഇതിൽ ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട്, സെൻട്രൽ കനാലിന്റെ പുറമെ നിങ്ങൾ അറിയേണ്ടത് വൈറ്റ് മാറ്ററും അതേപോലെ തന്നെ എന്താണ്? ഗ്രേ മാറ്ററും ആണ്. ഓക്കെ. അതിൽ കൂടുതലൊന്നും ഇതിൽ അടയാളപ്പെടുത്താനില്ല. അപ്പൊ ബ്രെയിനിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാ ഭാഗങ്ങളും അടയാളപ്പെടുത്തി കഴിഞ്ഞു അല്ലേ? 5 എണ്ണം നമ്മൾ അടയാളപ്പെടുത്തില്ല. 1, 2, 3, 4, 5. യെസ്. അപ്പൊ അതിലും നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? Redraw the figure, identify the parts according to the hints and label them. അപ്പൊ ചിത്രം പകർത്തി വരയ്ക്കാൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഭാഗങ്ങൾ അടയാളപ്പെടുത്തണം. ഇത് കണ്ണിന്റെ ഘടനയാണ്. ഇതും 100% ഉറപ്പുള്ള ചോദ്യമാണ്. ഓക്കെ. 100% ഉറപ്പിച്ച നാളത്തെ ചോദ്യ പേപ്പറിൽ കണ്ണിന്റെ ഘടന വരയ്ക്കാൻ വരും. ഓക്കെ. അപ്പൊ കണ്ണ് വരയ്ക്കാൻ പഠിച്ചു വെച്ചോളാം. ഭാഗങ്ങൾ അടയാളപ്പെടുത്തണം. ഓരോ ഭാഗത്തിന്റെയും ധർമ്മ ഫംഗ്ഷൻ പഠിച്ചു വെച്ചോളാം. ഫംഗ്ഷൻ തന്നിട്ടാണ് ഭാഗം അടയാളപ്പെടുത്താൻ പറയാറ് കേട്ടോ. Okay, the aperture seen at the center of the iris. Irisന്റെ മധ്യഭാഗത്തുള്ള സുഷിരം ഏതാണെന്ന ചോദ്യം. That is pupil. അല്ല, അത് ഏത് ഭാഗമാണടാ? പ്യൂപ്പിൾ അല്ലടാ. യെസ്, പ്യൂപ്പിൾ. ഓക്കെ. ജലം പോലുള്ള ദ്രവം നിറഞ്ഞിരിക്കുന്ന അറ. The chamber filled with water like fluid. ഇപ്പൊ ഇവിടെ water like fluid എന്നിവർ ഉദ്ദേശിക്കുന്നത് aqueous humor ആണ്, aqueous ദ്രവമാണ് അല്ലെ? അപ്പൊ അത് വരുന്നത് എവിടെയാ? കോർണിയയുടെയും ലെൻസിന്റെയും നടുക്കായിട്ടല്ലേ വരുന്നത്. ദിസ് ഇസ് aqueous chamber. ഇതാണ് aqueous chamber. ഓക്കെ. The layer of eye where photoreceptors are seen. അതായത് നമ്മളെ കണ്ണിന് 3 പാളികളുണ്ട് അല്ലെ? ഈ സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന. ഇതിൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണുന്ന കണ്ണിലെ പാളി ഏതാണ് എന്നാണ് ചോദ്യം. അത് ഏത് പാളിയാണടാ? അത് റെറ്റിന. ഏറ്റവും ഉള്ളിൽ വരുന്ന റെറ്റിന അല്ലെ? റെറ്റിന പാളിയാണ് ചോദിച്ചത്. അതുകൊണ്ട് നിങ്ങൾ റെറ്റിന എന്ന് തന്നെ എഴുതണം. കണ്ണിന്റെ ആകൃതി നിലനിർത്തുന്ന ഭാഗം. The fluid that maintains the shape of the eye. അപ്പൊ ഫ്ലൂയിഡ് എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് ഏത് ഫ്ലൂയിഡിനെയാണ്? അതായത് നമ്മുടെ വിട്രിയസ് ഹ്യൂമറിനെയാണ് അല്ലെ? അപ്പൊ ഫ്ലൂയിഡാ ചോദിച്ചത്. അപ്പൊ വിട്രിയസ് ഹ്യൂമർ എന്ന് നിങ്ങൾ എഴുതുക. നമുക്കറിയാം വിട്രിയസ് ഹ്യൂമർ ഇരിക്കുന്നത് വിട്രിയസ് ചേംബറിലാണ്. അതായത് നമ്മുടെ ലൻസിന്റെയും അതുപോലെ തന്നെ റെറ്റിനയുടെയും നടുക്ക് ഫില്ല് ചെയ്തിരിക്കുന്നത് വിട്രിയസ് ഹ്യൂമർ വെച്ചിട്ടാണ് കേട്ടോ. ആ അറയുടെ പേരെന്താ? വിട്രിയസ് ചേംബർ. വിട്രിയസ് അറയാണ്. ഓക്കെ. ദ്രവം വിട്രിയസ് ഹ്യൂമർ അഥവാ വിട്രിയസ് ദ്രവം. ഓക്കെ, സെറ്റ് ആയല്ലോ. അപ്പൊ കണ്ണിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 4 ഭാഗങ്ങളെ മാത്രമല്ല അടയാളപ്പെടുത്താനുള്ളത്. ധാരാളം ഭാഗങ്ങൾ ഉണ്ടല്ലേ?
അപ്പൊ ഈ ഭാഗങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ പഠിച്ചു വെച്ചോളൂ. അപ്പൊ മിസ് ഇവിടെ തരുന്നത് ഒരു ഡെമോ ആണ്. അതായത് ന്യൂറോണോ ബ്രെയിനോ സ്പൈനൽ കോഡോ അല്ലെങ്കിൽ നമ്മുടെ ഐയോ എന്തോ ആയിക്കോട്ടെ, ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ നാളെ വരിക. പക്ഷേ എന്താണ്, ഈ കൊടുത്തിരിക്കുന്ന സബ് ക്വസ്റ്റ്യൻസ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ തന്നെയല്ല നാളെ വരുന്നത്, ഭാഗങ്ങൾ മാറും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രൂപത്തിലുള്ള ചോദ്യം പ്രതീക്ഷിക്കുക. തന്നിരിക്കുന്നത് എന്തിനെയാണോ ആ ഒരു അവയവം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, ഒബ്സർവ് ദ പിക്ചർ, ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ശരിക്കും നമ്മളെ ചെവിയുടെ 2 കാര്യങ്ങളാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. ഒന്ന് ഈ ഒരു ആന്തരകർണം അല്ലെ, ഇന്റേണൽ ഇയർ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇയർ ഓസിക്കിൾസ്, അസ്ഥി ശൃംഖലയും ചോദിക്കാറുണ്ട്. ഓക്കെ, അത് ഇതിൽ ഏത് വേണമെങ്കിലും വരാം. ഏറ്റവും ഇമ്പോർട്ടന്റ് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം ഈ കൊടുത്തിരിക്കുന്നതാണ്. ഐഡന്റിഫൈ ദ പിക്ചർ. ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഇത് ആന്തരകർണം, ഇന്റേണൽ ഇയർ ആണ് അല്ലെ, ആന്തരകർണം, ഇന്റേണൽ ഇയർ. ഓക്കെ, ABC ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞെഴുതുക. അപ്പൊ ABC ഏതൊക്കെ ഭാഗമാണെന്നാ ചോദിച്ചിരിക്കുന്നത്? മക്കളെ നോക്കിക്കേ, എ എന്ന് പറയുന്നത് എന്താ? സെമി സർക്കുലാർ കനാൽ, അർദ്ധവൃത്താകാര കുഴലുകളാണ് അല്ലെ, സെമി സർക്കുലാർ കനാൽ, സെമി സർക്കുലാർ കനാൽ ആണ്. ഇനി ബി നിങ്ങൾ നോക്കിക്കേ, ഈ ബി എന്ന് പറയുന്ന ഭാഗം എന്താണ്? ബി വെസ്റ്റിബ്യൂൾ ആണ് കേട്ടോ. ബി എന്ന് പറയുന്നത് എന്താണ്? വെസ്റ്റിബ്യൂൾ ആണ്. ഓക്കെ, സി എന്ന് പറയുന്നത് എന്താ? ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്നു, ദാറ്റ് ഇസ് കോക്ലിയ. അതെന്താണ്? കോക്ലിയ ആണ് കേട്ടോ. യെസ്, ABC ഭാഗങ്ങളുടെ ധർമ്മം എഴുതുക. അപ്പൊ ഈ 3 ഭാഗത്തിന്റെ ധർമ്മം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ആദ്യം മനസ്സിലാക്കുക, കോക്ലിയ എന്ന് പറയുന്ന ഭാഗം എന്തിനുള്ളതാ? കേൾവി സാധ്യമാക്കാൻ വേണ്ടിയിട്ട്, ഹിയറിംഗ് അല്ലെ, കേൾവി സാധ്യമാക്കുന്ന ഭാഗമാണ് കോക്ലിയ എന്ന് പറയുന്നത്. അപ്പൊ ബാക്കി 2 നമ്മളെ ബോഡിയുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യും, ബോഡി ബാലൻസിങ്, ശരീര തുലന നില പാലിക്കും. ഓക്കെ, ബോഡി ബാലൻസിങ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളെ ചെവിയുടെ ഘടനയും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അത് പൊതുവെ ചിത്രം വരയ്ക്കാൻ ചോദിക്കാറില്ല. ജസ്റ്റ് നിങ്ങൾ ആ ഒരു പിക്ചർ ഒബ്സർവ് ചെയ്തിട്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനേ പറയാറുള്ളൂ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാന്നുണ്ടെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഇയറും മിഡിൽ ഇയറും ഇന്റേണൽ ഇയറും ഇത് 3ഉം പഠിച്ചു വെച്ചുകൂടാ. കാരണം ഏത് വേണമെങ്കിലും മാറി ചോദിക്കാം. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏതൊക്കെ ചോദ്യപേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആ ഒരു എന്താ പറയുക ചിത്രം, അത് ഇത് തന്നെയാണ്, ഇന്റേണൽ ഇയർ തന്നെയാണ്. ഓക്കെ, ഇതില്ലെങ്കിൽ ഇതിന് പുറമെ അവർ ചോദിക്കാറുള്ളത് ഇയർ ഓസിക്കിൾസ്, അസ്ഥി ശൃംഖലയാണ് കേട്ടോ. അപ്പം അത് 2ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ഒരു തവണ എനിക്ക് തോന്നുന്നു നമ്മുടെ കോക്ലിയയുടെ ഉള്ളിലെ ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ അല്ലേ, ആ ഭാഗത്തു നിന്ന് ഒരു തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ചോദിക്കാറില്ല, പക്ഷെ അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇന്റേണൽ ഇയറും മിഡിൽ ഇയറും അതുപോലെ തന്നെ നിങ്ങൾ എക്സ്റ്റേണൽ ഇയറും കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് നമ്മുടെ 3rd ചാപ്റ്ററിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, ഈ ഒരു ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആയിട്ട് അധികവും ചോദിക്കാറുണ്ട്. ഇനി അതല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ചിത്രം വെച്ചിട്ടും ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ തവണ 3rd ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച രോഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ രോഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. 1 മാർക്കിനോ 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ വരാം. അപ്പം ഇതുപോലെ ഒരു മാച്ച് ദ ഫോളോയിങ് ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഓക്കെ, കാരണം എന്താ, നമുക്ക് തെറ്റില്ലല്ലോ. കാരണം നല്ലോണം പഠിച്ചൊരു കുട്ടിക്ക് ഒരിക്കലും ഇത് തെറ്റില്ല. അപ്പം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, അപ്പം നിങ്ങളും എന്തായാലും തെറ്റിക്കില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് പോവാം. മിക്സഡ് എഡിമ. അപ്പൊ മിക്സഡ് എഡിമ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാലോ. അതായത് മുതിർന്ന ആൾക്കാരിൽ, അഡൽട്ടില് തൈറോക്സിന്റെ അളവ് കുറയുമ്പോഴാണ് ഈ മിക്സഡ് എഡിമ വരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു തെറ്റില്ല എന്ന് പറഞ്ഞു. തെറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇതിലെല്ലാം കൊടുത്തിട്ടുണ്ട്, നമ്മൾ മാച്ച് ചെയ്താൽ മാത്രം മതി. ഇൻ കേസ് നിങ്ങളോട് ഇതിൽ ഓരോന്നിന്റെയും പേര് തന്നിട്ട്, ഡിസോർഡറിന്റെ പേര് തന്നിട്ട് കോസ് എന്താ സിംറ്റം എന്താന്നൊക്കെ എഴുതാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ കുടുങ്ങും. കാരണം അത് അറിയാത്തൊരു കുട്ടിക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ല. പക്ഷെ ക്ലാസ് ഒക്കെ കേട്ട കുട്ടികൾക്ക് ഇത് മാച്ച് ചെയ്യാനായിട്ട് എളുപ്പം പറ്റും കേട്ടോ. പക്ഷെ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, മാച്ച് തെറ്റിപ്പോവരുത്, അപ്പൊ മാർക്ക് പോകും കേട്ടോ. ഓക്കെ, അപ്പൊ മിക്സഡ് എഡിമ. അപ്പൊ മിക്സഡ് എഡിമ ഞാൻ ഓൾറെഡി പറഞ്ഞു, തൈറോക്സിന്റെ അളവ് മുതിർന്ന ആൾക്കാരിൽ കുറയുമ്പോഴാണ് മിക്സഡ് എഡിമ വരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മെറ്റബോളിക് റേറ്റ്, അതായത് ഉപാപചയ നിരക്ക് കുറയും. അതേപോലെ സ്ലഗ്ഗിഷ്നെസ്, മന്ദത ഉണ്ടാകുന്നു. അടുത്തത് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? യെസ്, അതായത് തൈറോക്സിന്റെ അളവ് കൂടുന്നു, അതാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാരണം അല്ലേ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മെറ്റബോളിക് റേറ്റ് കൂടും, ഉപാപചയ നിരക്ക് കൂടും. അതേപോലെ തന്നെ നമ്മളെ ശരീരം വല്ലാതെ എന്ത് ചെയ്യും, മെലിയും, ശരീരഭാരം കുറയും. ഗോയിറ്റർ എന്ന് പറയുന്നത് എന്താ?
അയഡിന്റെ അഭാവത്തിൽ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി ഇങ്ങനെ വീങ്ങി വരുന്നു. അതാണല്ലോ ഗോയിറ്റർ എന്ന് പറയുന്നത്. ക്രെറ്റിനിസം എന്ന് പറയുന്നത് എന്താണ്? ക്രെറ്റിനിസം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ തൈറോക്സിന്റെ അളവ് കുറയുക. ഓക്കെ, അപ്പോഴാണ് ക്രെറ്റിനിസം ഉണ്ടാവുന്നത്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ അവരുടെ ശരീര വളർച്ച, അതേപോലെ തന്നെ അവരുടെ ബുദ്ധി വളർച്ച, ഇതെല്ലാം എന്താവും? തകരാറിലാവും കേട്ടോ. അതാണ് ക്രെറ്റിനിസം. യെസ്, ഇവിടെ ക്രെറ്റിനിസം ഉണ്ട്. ഓക്കെ, അപ്പൊ മാച്ച് ചെയ്തല്ലോ, സിമ്പിൾ ആണല്ലോ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഒബ്സർവ് ദ ഇലസ്ട്രേഷൻ ഷോയിങ് ദ മെയിൻ്റനൻസ് ഓഫ് കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. മക്കളെ നോക്കിക്കേ, എന്നാലും മിസ്സിനൊരു സംശയം, മലയാളം മീഡിയംകാർക്ക് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ലേ? ഇനി മാച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സിമ്പിൾ ആയിട്ട് എന്നാ മിസ് ഒന്ന് മാച്ച് ചെയ്ത് തരാം. ഇൻ കേസ് നിങ്ങൾക്ക് ഈ PPT വേണമെങ്കിലോ. ഓക്കെ, ഹൈപ്പർ തൈറോയിഡിസം. ഓക്കെ, ഹൈപ്പർ തൈറോയിഡിസം. ഓക്കെ, മലയാളം പെട്ടെന്ന് നമ്മളെ കണ്ണിൽ പിടിക്കില്ല, ഇതിങ്ങനെ പെറുക്കി കിടക്കുന്നത് കൊണ്ടേ. എവിടെടാ? ഹൈ മെറ്റബോളിക് റേറ്റ് അല്ലേ? ഓക്കെ, ഇനി ഗോയിറ്റർ, ക്രെറ്റിനിസം. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. മലയാളം മീഡിയംകാർക്ക് സന്തോഷമായല്ലോ. അടുത്തത്, ഒബ്സർവ് ദ ഇലസ്ട്രേഷൻ ഷോയിങ് ദ മെയിൻ്റനൻസ് ഓഫ് കാൽഷ്യം ലെവൽ ഇൻ ബ്ലഡ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചിത്രീകരണം നിരീക്ഷിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മക്കളെ, 3rd ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണിത്. ഓക്കെ, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ് കാൽഷ്യത്തിന്റെ അളവ് എങ്ങനെയാണ് നമ്മൾ രക്തത്തിൽ ക്രമീകരിക്കുന്നത് എന്നുള്ളത്. നെയിം ദ ഹോർമോൺസ് എ ആൻഡ് ഡി. എയും ഡിയും ഏതൊക്കെ ഹോർമോൺസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, കാൽഷ്യത്തിന്റെ അളവ് നമ്മുടെ രക്തത്തിൽ നോർമൽ ആയിട്ട് 9 to 11 മില്ലിഗ്രാം പെർ 100 ml രക്തത്തിൽ അത്രയാണ് വേണ്ടത്. 9 to 11 mg per 100 ml ആണ്. ഇതിന്റെ അളവ് കൂടിയെന്ന് വിചാരിക്കുക. അപ്പൊ കൂടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ കുറയ്ക്കണം അല്ലെ? കുറയ്ക്കണമെങ്കിൽ ഏത് ഹോർമോൺ ആണ് അവിടെ വർക്ക് ചെയ്യുക? കാൽസിറ്റോണിൻ. ഓക്കെ, യെസ്, കാൽസിറ്റോണിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ, തൈറോയിഡ് ഗ്രന്ഥി. യെസ്, ഇനി രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ അതിനെ കൂട്ടണമെങ്കിൽ പാരാതോർമോൺ ആണ് വർക്ക് ചെയ്യേണ്ടത്. ഈ പാരാതോർമോണിനെ ഉണ്ടാക്കുന്നത് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് കേട്ടോ. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്ലാൻഡിന്റെ പേര്, ഗ്രന്ഥിയുടെ പേര് എഴുതി, ഹോർമോണിന്റെ പേര് എഴുതി. ഹൗ എ ആൻഡ് ഡി മെയിൻറ്റെയിൻ ദ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്. അതായത് എയും ഡിയും രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് എങ്ങനെ നിലനിർത്തുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു എന്താ പറയുക, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇലിസ്ട്രേഷൻ ഉണ്ട് അല്ലേ? ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. ഇതിൽ ആ പോയിന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ആ പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. യെസ്, ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതൊന്ന് നോക്കാം. നമുക്കറിയാം, രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൂടിയാൽ അതിനെ കുറയ്ക്കാനാണ് ആരുള്ളത്? കാൽസിറ്റോണിൻ ഉള്ളത്. അപ്പൊ കാൽസിറ്റോണിൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അതായത് ഓൾറെഡി നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൂടുതലാണ്. ഓക്കെ, അപ്പോഴാണ് ബോൺസ്, അസ്ഥികളിൽ നിന്ന് കാൽസ്യം നമ്മളെ രക്തത്തിലേക്ക് മിക്സ് ആവുന്നത് അല്ലെ? അപ്പൊ ആ ഒരു മിക്സിങ് ഇവിടെ ആര് പ്രിവെന്റ് ചെയ്യും? കാൽസിറ്റോണിൻ പ്രിവെന്റ് ചെയ്യുന്നു. അതേപോലെ രക്തത്തിൽ അധികമായിട്ടുള്ള കാൽസ്യത്തിനെ ഇവര് ബോൺസിൽ, അസ്ഥികളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇതാണ് കാൽസിറ്റോണിന്റെ ഫംഗ്ഷൻ. അടുത്തത്, രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറവാണെങ്കിൽ അതിനെ കൂട്ടുന്ന ആളാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന പാരാതോർമോൺ. അപ്പൊ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇവർക്ക് എങ്ങനെയെങ്കിലും രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൂട്ടണം. സോ ഇവര് കിഡ്നി, വൃക്കകളിൽ നിന്ന് കാൽസ്യത്തിനെ പുനരാകിരണം ചെയ്യും, റീഅബ്സോർബ് ചെയ്യും. അതേപോലെ തന്നെ ബോൺസ്, അസ്ഥികളിലേക്ക് കാൽസ്യം ഇങ്ങനെ സ്റ്റോർ ആവുന്നുണ്ടല്ലോ അല്ലെ? അതായത് നമ്മുടെ ബോൺ എന്താ ചെയ്യുക? ബ്ലഡിലുള്ള കാൽസ്യത്തിനൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉള്ള കാൽസ്യം കൂടി ബ്ലഡിൽ നിന്ന് ബോണിലേക്ക് പോവില്ലേ? അസ്ഥികളിലേക്ക് പോവില്ലേ? അപ്പൊ അതിനാര് തടയും? പാരാതോർമോൺ തടയും. ഓക്കെ അല്ലേ? അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പല രീതിയിലും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് 7 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതിൽ നിങ്ങൾ ഉറപ്പിച്ചോ, ചോദ്യങ്ങൾ നാളത്തെ ചോദ്യ പേപ്പറിൽ ഉണ്ടാവും. ഇത് മിസ് ചെയ്യരുത്. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് പഠിക്കണ്ടേ? സോ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് ഇത് കാണാൻ പറയുക, നന്നായിട്ട് പഠിക്കാൻ പറയുക. ആൻഡ് ഓൾസോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ലൈവിൽ കാണാം. ലൈവിൽ നമ്മൾ 3 ചാപ്റ്ററും സെറ്റാക്കി പഠിക്കും. ബയോളജിയും അതേപോലെ നാളത്തെ കെമിസ്ട്രിയും ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ച് നാളെ ഫുൾ മാർക്ക് വാങ്ങും കേട്ടോ. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി ലൈവിൽ കാണാം. ചിൽഡ്രൻ, ബൈ.